ഹലോ, ആരെങ്കിലും ഓൺലൈനിലുണ്ടോ? പനിയാണ് ഗൈസ്. കൊറോണ ഇല്ലാന്ന് ടെസ്റ്റ് ചെയ്തു. ഇപ്പതാ നിപ്പ വൈറസ് ഉണ്ട് കോഴിക്കോട് എന്ന് കേൾക്കുന്നു. മോനെ, മാമനൊരു തലവേദന ഗുളിക കയ്യിൽ തന്നിക്കുക ആരുടെയെങ്കിലും. ബോക്സ് മതി. പാവാട കട്ടി കട്ടി പതിഞ്ഞു തടോ കറുപ്പിട്ടോ. ഹായ്. ഹലോ. പനി മാറിയില്ലടോ. മഴ ഇന്ന് കുറവാന്ന് തോന്നുന്നു. ബോധമല്ലായിരുന്നു. മോളെ, മെനിയാന്ന് ചെയ്തത് പോണൊന്ന് ചെയ്തേ. മെനിയാന്ന് ചെയ്തത് പോണം. റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല മക്കളെ. പനി അടിച്ചിട്ട് പണ്ടൊക്കെ കഞ്ഞിയായിരുന്നു. ഇപ്പം മോളോട് കഞ്ഞി വെക്കാൻ പറഞ്ഞ ഞാൻ കഞ്ഞിയും കുടിക്കാറ്. ഇപ്പം പൊറോട്ട മറ്റേ ചോറ് ഇതൊക്കെ കഴിക്കാനാണ് തോന്നുന്നു. തക്കുട് മോനെ, എന്താടാ കുട്ടാ? ഹായ്ടാ. അരുൺ ചേട്ടൻ വന്നില്ലടോ. അരുണ് ഇപ്പം എങ്ങോട്ടോ പോയതാ? പിന്നെന്താ വിശേഷം? പനി ആയതുകൊണ്ട് നല്ലോണം ഒന്ന് കുളിച്ചു, തല നനച്ചിട്ട്. എന്താ മോളെ വിശേഷം? 2 ദിവസത്തെ ലീവിന് താമരശ്ശേരി എത്തി. ഞാൻ അങ്ങ് എത്തിയല്ലോ, ഞാൻ എത്തിയില്ലടാ. എൻ്റെ കൂട്ടുകാരി കേട്ടോ. ചേച്ചിക്കുട്ടി ഹായ്. എന്താ നാരായണ, ഞാൻ ഒരു നായന. നല്ല വിശേഷം. മോനെ, മാമൻ തലവേദനയുടെ ഗുളിക തന്നില്ല. മറ്റേ ഫോണൊന്ന് എടുത്തിട്ട് ചോദിക്കും തലവേദനയുടെ ഗുളിക എവിടെയാന്ന്. ഹായ് സൂപ്പർ. ജെസ്സിമോളെ അരുണും ജെസ്സിമോളെ എന്ന് വിളിച്ച്. എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്നറിയോ? എന്നെ പണ്ട് സ്കൂളിലൊക്കെ എല്ലാവരും ജെസ്സിയെന്ന് വിളിച്ചുകൊണ്ടിരിക്കൽ. എൻ്റെ പേരങ്ങനെ ആർക്കും അറിയില്ല, ജെസ്സിന്ന് വിളിക്കുന്നതുകൊണ്ട്. പിന്നെ അരുണ് ഇങ്ങനെ അരുണിൻ്റെ കമ്പനിക്കാരുടെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ജെസ്സിമോളെ എന്ന് വിളിക്കും. അപ്പം ജെസ്സിമോളേന്ന് തോരാതെ വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു. എൻ്റെ എത്രയോ വയസ്സിനുള്ളതാ, പക്ഷേ എന്നെ ജെസ്സിമോളെ എന്ന് വിളിച്ചുകൊണ്ട് നടക്കില്ലായിരുന്നു. പക്ഷെ ഒരു ആക്സിഡൻറ്റിൽ
ആൾ മരണപ്പെട്ടു പോയിട്ടോ. എനിക്ക് ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതാ എനിക്ക് ജെസിമോൾ പുറത്തുള്ളവരും ഇപ്പോൾ ജെസിമോളെ എന്നാണ് വിളിക്കുക. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, സന്തോഷമാണോ തരുന്നത് സങ്കടമാണോ തരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ അരുണിൻ്റെ കമ്പനിക്കാർ മുഴുവനവും ജെസിമോളെ ജെസിമോളെ എന്ന് വിളിക്കും. അപ്പോഴൊക്കെ എനിക്ക് അവനെ ഓർമ്മയാവുക. എൻ്റെ ജീവിതം ഇന്നുണ്ടെങ്കിൽ അവനും കാരണം കേട്ടോ. പക്ഷേ ഞാൻ ഷോർട്സ് കണ്ട് ഒത്തിരി ഇഷ്ടമായിട്ടോ. അടിച്ച് കയറുക ലൈക്ക്. ഷോർട്സ് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഷൂട്ട് ഉണ്ടെന്ന്. ഒരു റീലൂടെയും പോസ്റ്റ് ചെയ്യാണ്ട്. റീൽ ക്യാമറമാന് വേറൊരു വർക്ക് വന്ന് വർക്ക് 2 മണിക്കൂർ കൊണ്ട് കഴിയുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്നതാണ്. അപ്പോൾ പിന്നെ വേറൊരു ചേട്ടന് ക്യാമറനെ വല്ലും ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ഐഫോണിലെടുത്തിട്ട് എന്താണെന്നറിയില്ല, അതിന് കൈ കിട്ടിയിട്ടില്ല. കൈ കിട്ടുമ്പോൾ പറയാം. ജെസിമോൾ 1 ഞാൻ ലൈക്ക്. താങ്ക് യു. ക്യാമറമാൻ വേക്കൻസി ഉണ്ടോ? നിങ്ങൾ വന്ന് വീഡിയോ എടുക്കുക, പേയ്മെൻറ്റ് ഞാൻ മേടിക്കൂല. ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. അപ്പം പോവല്ലടാ, 2 പരദൂഷണം കേട്ടിട്ട് പോട്. എടുക്കെടുക്ക് ഇങ്ങനെ ലൈവിൽ വന്ന് 4 പരദൂഷണം പറ, എന്നാൽ തന്നെത്താൻ അങ്ങ് റീച്ച് ഉണ്ടാവും. എൻ്റെ കൂട്ടുകാരിയുടെ പിന്നെ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം പോരാ, ഫോളോ ചെയ്തിട്ടിട്ട് തന്നെ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വീഡിയോസ് കൂടി ഒന്ന് കാണണം. നിങ്ങൾക്ക് കാണാൻ നേരം കിട്ടുന്നില്ല, ആടങ്ങ് തുറന്ന് വെച്ചേക്ക്. മൊബൈൽ നമ്മൾ വെറുതെ നെറ്റ് കയറ്റുന്നതല്ലേ. അപ്പോൾ അതൊന്ന് ഇതാക്കുക. അപ്പോൾ ലൈവ് വരുന്ന തന്നെ പരദൂഷണം പറയാൻ. അപ്പം അങ്ങനെ പോവല്ലേ, അതിൽ തുടച്ചിട്ട്. ഞാൻ ഗുളിക കഴിച്ചു. ഞാൻ കഴിക്കുക. ഇതെന്താ മറ്റേ പെയിൻ കില്ലർ, അതിൻ്റെ പേര് ഞാൻ നോക്കിയാൽ. എടോ, ഈ ഒരു കാര്യം കർമ്മനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിച്ചിട്ട് ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും അത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആര് തന്നെ വരച്ചാലും എവിടുന്ന് തന്നെ മേടിച്ചാലും എങ്ങനെ തന്നെ മേടിച്ചാലും അവരുടെ കയ്യിലുള്ളത് കണ്ണനാണ്. കണ്ണന് ഹിന്ദുമത വിശ്വാസപ്രകാരം ഒരാൾക്കും ദോഷം ചെയ്യുന്ന ദൈവമല്ല. ദോഷങ്ങൾ മാറ്റിക്കൊടുത്ത് കൂടെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് കണ്ണൻ എന്ന് പറയുന്നത്. അപ്പം ജസ്ന സലീം വരച്ച അതായാലും അല്ലെങ്കിലും കണ്ണൻ തന്നെയാണ്. അത് ആര് രൂപപ്പെടുത്തിയെടുത്താലും ആ രൂപം കൊള്ളുന്നത് നമ്മുടെ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനായിട്ടാണ്. ആ ഗുരുവായൂരപ്പൻ ആരെയും ഉപദ്രവിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. പരീക്ഷണങ്ങൾ പലർക്കും കൊടുത്തിട്ടുണ്ട്, അതവർ പരീക്ഷണങ്ങളായിട്ട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഭഗവാൻ എന്നെ ഉപദ്രവിച്ചു എന്നാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ രാമായണത്തിലും ഭാഗവതത്തിലൊക്കെ നോക്കൂ, ഭഗവാൻ ആരെയും ഉപദ്രവിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. പല പരീക്ഷണങ്ങളും നമുക്ക് പറ്റാത്തതിനപ്പുറം നമുക്ക് പരീക്ഷണങ്ങൾ തരും, പക്ഷെ കൈയൊഴിയില്ല. അങ്ങനത്തെ ഒരു ഭഗവാന് വീട്ടിലെത്തിയിട്ട് അവർക്ക് ദോഷം വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആ സ്ത്രീയുടെ നാവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൽ തന്നെ മനസ്സിലാവുന്നില്ലേ? ഭഗവാന് പോലും ഇഷ്ടമല്ലാത്തൊരു സ്ത്രീയാണ്. അത്രമേൽ ഭഗവാനെ കുറ്റം പറയുന്ന ഒരാൾ യഥാർത്ഥ കൃഷ്ണഭക്തരാണെങ്കിൽ, ഈ സോഷ്യൽ മീഡിയയിൽ കൃഷ്ണഭക്തർ എന്ന് പറഞ്ഞിട്ട് വെറുതെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആൾക്കാരുടെ പേര് ഞാൻ എടുത്തു വെച്ച് പറയുന്നില്ല. അവർ യഥാർത്ഥ കൃഷ്ണഭക്തരാണെങ്കിൽ ഒരിക്കലും മറ്റൊരു ഭക്തരെ കുറ്റം പറയില്ല.
നമ്മുടെ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പം അതിൻ്റെ പേരിൽ ആരും വരണ്ട. ശ്രീ ഗുരുവായൂരപ്പന് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യം തൻ്റെ ഭക്തർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതാണ്. ഇത് എത്ര ഹൈന്ദവർക്കറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അറിഞ്ഞപ്പം ഞാനത് മനസ്സിൽ ചേർത്ത് വെച്ചൊരു കാര്യമാണത്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഭഗവാന്റെ ഭക്തരെ കുറ്റം പറയുന്നതിനേക്കാട്ടിലും വലുത് ഭഗവാനൊന്നുമില്ല. അതേ കർമ്മ കാര്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ ജസ്ന സലീമിൻ്റെ കൈ കൊണ്ടല്ല, ആരുടെ കൈ കൊണ്ട് വരച്ചാലും അത് കൃഷ്ണരൂപമായി മാറിയാൽ ആ കൃഷ്ണൻ ഒരാളെ ഉപദ്രവിക്കില്ല എന്ന് മനസ്സറിഞ്ഞിട്ടാണ് ഒരു കൃഷ്ണൻ. അല്ലെ, ഞാനിപ്പോഴും പറയാറുണ്ട്, ഒരു ഫോട്ടോ ആണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഗസ്റ്റാണ്. നമ്മൾ നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് എത്ര മാത്രം പറയാൻ അർഹതയുണ്ട് എന്നുള്ളതും എനിക്കറിയില്ല. നമ്മളിപ്പോൾ ചില പേഴ്സ് മേടിക്കുന്ന സമയത്ത് ചില പേഴ്സിൽ പൈസ തോരാതെ ഉണ്ടാവും. എപ്പോഴും ആ പേഴ്സ് പൈസ ഉണ്ടാവും, ചിലത് പൈസ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. ഹലോ, കിട്ടി. ഗുളിക കിട്ടിയോന്ന് ചോദിച്ചാൽ കാറിലായിരുന്നു. അപ്പം അതേപോലെ നമ്മുടെ ലൈഫിലേക്ക് ഏതൊരു സാധനത്തിനെയും എന്തൊരു സാധനത്തിനെയും നമ്മുടെ വീടിന് പടിക്കപ്പുറം നമ്മൾ കയറ്റുന്നുണ്ട്. അത് നമുക്ക് നന്മ വരുന്നതും തിന്മ വരുന്നതുമായിട്ടുണ്ട്. ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് ഇട്ട് പോകുന്ന ദിവസം ലെക്കായിരിക്കും. എനിക്ക് ചില ഡ്രസ്സുകൾ ഇട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ നിൽക്കും. അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ വെറും ഒരു ഫോട്ടോ ആണെങ്കിൽ, ചെറിയൊരു ഫോട്ടോ വേണമല്ലോ, ഒന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വിഗ്രഹം എനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. ഗിഫ്റ്റ് ചെയ്തത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്നാണ്. ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് എൻ്റെ കൂടെ പോകുന്ന കണ്ണനാണിത്. അപ്പോൾ ഈ വെറും ഒരു വിഗ്രഹമാണെങ്കിൽ പോലും നമ്മുടെ പടിക്കിപ്പുറം കയറുന്ന സമയത്ത് നമുക്കത് നന്മയോടുകൂടെ ആവണമെന്ന് കരുതിയിട്ടാണ് നമ്മളത് കയറ്റുക. അപ്പം ഈ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്ന രീതിയിലായി വരിക? ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ, ഏത് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ആണ് ഒരാൾക്ക് ദോഷം വരുത്തി തീർത്തിട്ടുള്ളത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ആ സ്ത്രീ ഇപ്പം നിരന്തരം ജസ്ന സലീമാണ്. ആ സ്ത്രീക്ക് റീച്ച് ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്യൂട്ട് കണ്ണന് അതെനിക്ക് ഗുരുവായൂർ നടയിൽ നിന്ന് കിട്ടിയതാ. പ്രതീക്ഷിക്കാതെ എൻ്റെ കൂടെ പോകുന്നതാ, ഒട്ടും പ്രതീക്ഷിക്കാതെ. നമ്മൾ ചില സമയത്തൊക്കെ ഗുരുവായൂർ നടയിൽ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോരോ പ്രാർത്ഥനകളായിട്ട് പോകുമല്ലോ. ചിലത് നമ്മളെ കൂടെ ആ പ്രാർത്ഥന കേൾക്കും. ഞാനന്ന് ഇങ്ങനെ എനിക്ക് എന്താ പറയുക, ഗുരുവായൂരിൽ നിന്ന് പോരാൻ തോന്നാത്തൊരു സാഹചര്യം, വല്ലാത്തൊരു, എനിക്ക് ആ ഒരു നട വിട്ടിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വിഷമഘട്ടത്തിലായിരുന്നു ഞാൻ. അപ്പം എനിക്ക് ഒരാൾ കൊണ്ടു തന്നതായത്, നീ പോട് കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞത് പോണം. അന്ന് എൻ്റെ കൂടെ കൂടിയതാ. ഇപ്പം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഹാളിൽ തന്നെയാണ് വെക്കൽ. ആരെങ്കിലും വന്ന് കണ്ട് ഇതെന്താ ഇവിടെയാണെന്ന് ചോദിച്ചാൽ തിരിച്ച് മറുപടി പറയാൻ എനിക്കറിയാം. പിന്നെ ഞാൻ പേടിക്കേണ്ട എൻ്റെ ഭർത്താവിനെയും എൻ്റെ വാപ്പനെയും. വാപ്പ ഇവിടെ വന്ന് വാപ്പയും കാണലുണ്ട്. പിന്നെ ഇക്കാക്ക ഈ കണ്ണൻ വീട്ടിലെത്തിയതിന് ശേഷം നാട്ടിലെത്തിയില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്കും അറിയാം എൻ്റെ കൂടെ ആ കണ്ണൻ്റെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ട് എന്ന്. ഞാൻ ഇപ്പം നിലവിൽ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വീട്ടിലാട്ടോ. അപ്പം നമ്മൾ മമ്മൂട്ടി പറയുന്നൊരു സംഭവം കേട്ടിട്ടുണ്ടാവും, നമുക്ക് ഏത് നിമിഷവും ഒഴിവാക്കാവുന്ന ഒരേ ഒരു ബന്ധം ഭാര്യ ഭർത്താവ് ബന്ധമാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുമ്പോൾ എനിക്ക് കാക്കനോട് ചോദിച്ചേ പറ്റുള്ളൂ. ഞാൻ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഈ കാക്കനോട് ചോദിക്കും. അപ്പോൾ എനിക്കിവിടെ വീട്ടിൽ കണ്ണൻ്റെ ഫോട്ടോ വെക്കണം എന്ന ഒരാഗ്രഹം വന്നപ്പം, അപ്പോൾ ഞാൻ ഈ കാക്കനോട് ചോദിച്ചു, കാക്കെ ഞാനിങ്ങനെ ഫോട്ടോ വെക്കട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തിനാ ജെസ്സി എന്നോട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല കാക്കെ എങ്ങൾക്കതൊരു വിഷയമായാലോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, അത് നിൻ്റെ വീടാണ്, നിൻ്റെ വീട്ടിൽ എന്ത് വെക്കുന്നു എന്നുള്ളത് നീ മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് എന്നെയും കൂടി ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ മനുഷ്യനാട്ടോ അത്. അപ്പോൾ
കണ്ണൻ്റെ ഫോട്ടോ കാണിക്കാൻ ഇവിടെ ഞാൻ വരച്ച് വെച്ചില്ല, ഞാൻ ഇവിടെ തൂക്കിയത് മാത്രമേ ഉള്ളൂ. വരച്ചതൊക്കെ കൊറിയർ ചെയ്ത് പോയി. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല വർക്കിലായിരുന്നു. ഇന്ന് 3 ഫോട്ടോ പോയി, ഇന്നലെ 3 ഫോട്ടോ പോയി. ഇന്നത്തെ ഞാൻ എടുത്തില്ല, ഗൈസിനോട് വിട്ടുപോയി. എനിക്ക് അംബികയെ ചോറുന്നാൻ പോകണമെന്ന് പറഞ്ഞു, ആ ഒരു തിരക്കിലായിപ്പോയതാ. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇനിയിപ്പം തിങ്കളാഴ്ച നിന്ന് അടുത്ത കൊറിയർ ചെയ്യുന്നത്. അതേ ഗഫൂർ കാ ദോസ്ത്, ഞാൻ കഥാപ്രസംഗം പറയാം. എൻ്റെ ഉമ്മാനെ വിട്ടാൽ എൻ്റെ ഉമ്മാക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പം അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ്റെ കഥകൾ. പനി വന്നതോടുകൂടെ എൻ്റെ ലൈഫിലുണ്ടായ മാറ്റം എത്രയാണെന്നറിയോ? ഗുളികയുടെ എണ്ണം കൂടി. അതാണ്. പെയിൻ കില്ലറുണ്ട്, 2 സ്ലീപ്പിംഗ് പിൽസ് ഉണ്ട്. ഇതിൻ്റെ പേര് ഞാൻ പറയില്ല, ഇതിൻ്റെ പേരും ഞാൻ പറയില്ല. ഇത് പിന്നെ മറ്റേ PCOD ഉണ്ടായിട്ടാട്ടോ. എന്തോ വിളിച്ചായിരുന്നോ? സൊബേർ ഷാലൻറ്റ് എന്നോ ലൈലൻറ്റ് എന്നാണോ ഉദ്ദേശിച്ചത്? കർമ്മ, ഞാൻ നിങ്ങളെ പറഞ്ഞതിൻ്റെ അത് എനിക്ക് മറ്റൊരാളെ ബോധിപ്പിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നിങ്ങളിപ്പം എത്ര പേരെ എനിക്കിപ്പോൾ പറ്റിക്കാൻ പറ്റും, പക്ഷേ നമ്മൾ ദൈവത്തിനൊരാളെ പറ്റിച്ചാൽ ആ ശമ്പണി വരും. അതുകൊണ്ട് നമ്മൾ ബോധിപ്പിക്കേണ്ടത് ദൈവത്തിനെയാണ്. അത് ഞാൻ കറക്റ്റ് ബോധിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ സമൂഹത്തിനെ നോക്കിയിട്ട് അവർ കൊഞ്ഞനം കുത്തുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ തിരിച്ച് കൊഞ്ഞനം കുത്തിയാൽ, ഇതിപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. പാർട്ടി പറയോ മറ്റേ അങ്ങനെ പറയുന്നില്ല. RSSൻ്റെ ഒരു നേതാവുണ്ട്, MT രമേശ് ചേട്ടൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മളൊരാൾ കൊഞ്ഞനം കുത്തിയെന്ന് വെച്ച് തിരിച്ച് നമ്മൾ കൊഞ്ഞനം കുത്തുന്നത് 10 പേര് കാണും, അവർ കൊഞ്ഞനം കുത്തി ആരും കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാക്കിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഞാൻ പലർക്കും മറുപടി കൊടുക്കാതിരുന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു കാരണം. എനിക്കെന്ന് വെച്ചാൽ ഞാൻ പാർട്ടിയോ ഇതൊന്നും നോക്കാതെ എന്നെ ഒരു കാലത്ത് എന്ന് പറയണ്ട, ഇപ്പോഴും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് MT രമേശ് ചേട്ടൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം നമ്മൾ ചിലരുടെ ഫേസിലേക്ക് നോക്കുമ്പം ഒരു ഐശ്വര്യം എന്ന് പറയുന്നൊരു സംഭവമല്ലേ, അത് ആ ഒരു മനുഷ്യനിൽ വ്യക്തമായിട്ടുണ്ട്. ഒരു ചൈതന്യം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരാളെ ദ്രോഹിക്കുന്ന മനുഷ്യനാണെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ അകത്ത് അത് കാണൂല. അങ്ങനെ എന്നിട്ട് ഞാൻ ചിലരെ കാണുന്ന സമയത്ത് ഞാൻ തന്നെ പറയും, ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നുണ്ട്. ചിലരിൽ നമുക്ക് പെട്ടെന്ന് നെഗറ്റീവിനെ മനസ്സിലാവും, ചിലരിൽ പോസിറ്റീവിനെയും നമുക്ക് മനസ്സിലാവും. ആ പോസിറ്റീവിനെ മനസ്സിലാവുക എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ ചൈതന്യം കാണുമ്പോഴാണ്. ഞാൻ കാര്യം പറയട്ടെ, ഗുരുവായൂർ തന്ത്രീനെ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തൊരു ചൈതന്യമാണെന്നറിയോ അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു ചൈതന്യത്തിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസൂർക്ക് അരുൺ എങ്ങോട്ടോ പോയിട്ടുണ്ട്, സ്റ്റാൻഡിൽ വെറുതെ വായി നോക്കാൻ, അത്രേ ഉള്ളൂ. ഇത്രമേൽ പനിച്ചോ ചേച്ചി? ഇതേടോ പനി മാത്രമല്ല, ഈ ജോയിൻറ്റിനുള്ളിൽ പെയിൻ. ഇപ്പം സ്ഥിരീകരിച്ചു. കോഴിക്കോടും മലപ്പുറമൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പം പടച്ചോനെ പണിയായോ എന്ന് വിചാരിച്ചു. എടാ, ഹിന്ദുക്കളും മണ്ടന്മാരാണെന്ന് നിനക്ക് തോന്നുക ഷൗക്കത്തെ? മുസ്ലിങ്ങളെക്കാട്ടിലും വിവരമുള്ളവല്ല. ആ ഒരു കാര്യത്തിലൊരു സംശയവും വേണ്ട. പൊറാട്ട കഴിച്ച് എൻ്റെ മൻസൂർക്ക ഇന്ന് എനിക്ക് അംബികയിലെ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊയിലാണ്ടി ഇന്ന് ഇവിടെ കൊണ്ടുപോയതാ, കോഴിക്കോട് കൊണ്ടുപോയതാ അംബികയിലെ ചോറ് മേടിച്ച് തരാൻ. താങ്ക് യു. അത്രമേൽ പനി ചോദിച്ച് അതിനുള്ള മറുപടി ഞാൻ തന്നല്ല കുഞ്ഞേ. എടാ പാത്തു, ആനവണ്ടിയായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ നിൻ്റെ ഉമ്മാന? അപ്പം ഞാൻ ഗുളിക കുടിക്കട്ടെ. ഇനി
കണ്ടൻ്റ് ഇല്ലാത്തവർക്കായിട്ട് മറ്റേ കണ്ടൻ്റ് ഇല്ലാത്തവരായിട്ട് ഉള്ള ആൾക്കാരോട് പറയാണ് ജസ്ന സലീം ലൈവിൽ വന്ന് ആത്മഹത്യാശ്രമം എന്ന് പറഞ്ഞൂടെ. മക്കൾ എന്ത് എവിടെ ഉണ്ട് മനസ്സെടുക്കുക? ഇട നീ ഓരോരോ ആപ്പ് ഇതിൽ ഇപ്പൊ ഗൂഗിളൂനപ്പം എനിക്ക് എന്തിനാ ഗൂഗിളു? അപ്പം അത് തന്നെ കണ്ടിട്ട് അന്നാച്ചിനെ പോലെ തോന്നുന്നു. അന്നാച്ചിക്ക് നിനക്ക് എന്തുപടി ഇപ്പോൾ? തിരുപ്പതി പോയിട്ട് തലമുട്ട അടിക്കാം. എന്താ ഇഷാൻ കുമാർ എൻ്റെ കൂടെ വാ, നീ മുട്ടടിക്കാൻ ഞാനും അടിക്കാം കേട്ടോ. ഗുളി കുടിക്കാനും ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞേ മറന്നുപോയി നിങ്ങളോട് കഥ പറഞ്ഞ്. ഇത് ചൂടുവെള്ളമാണ് എന്നുള്ള കഥ എല്ലാം കൂടെ പച്ചവെള്ളമായിപ്പോയി. ഗിരീഷ് കുമാർ ഹായ്, സുഖാണോ? അതെ, അല്ല സുഖമല്ല, സുഖമാണോ എന്ന് വെച്ചാൽ സുഖമാണ്, പക്ഷെ കുറച്ച് ചെറിയൊരു പനി. നെഗറ്റീവിന് റിപ്ലൈ കൊടുക്കുന്നില്ല, നമ്മൾ വീക്കാളുക. അവരവിടെ പറഞ്ഞിട്ട് പോട്ടെ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇതിപ്പം ഞാനിപ്പോൾ രണ്ടാമത് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക വെച്ചാൽ ഇത് നമ്മുടെ കമൻസ് ഒന്നും വരില്ല, അല്ലാണ്ട് വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് മറുപടി പറയുകയാണെ ഇവരുടെ കമൻ്റ് എന്താണ് നമ്മൾ പുറക്കെ വായിക്കില്ലല്ലോ. അപ്പോൾ ഇവരെന്താണ് അയച്ചതെന്നറിയാതെ വീട്ടിലിപ്പോൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നീ വാ, നമുക്ക് മുട്ടയിട്ട് കേട്ടോ. ഈ മുലപ്പാൽ കൊടുത്തോ എന്ന് ചോദിച്ച് അവനുള്ള മറുപടി ഞാൻ തരട്ടെ. ഇവർ രണ്ട് സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെൽഫി എടുത്ത ഫോട്ടോ ആണ് ഞാൻ പ്രൊഫൈലിട്ടിരിക്കുന്നത്. അതിൽ ഒരു പയ്യൻ നല്ലതും ഒരു പയ്യൻ ബാഡും. ഇവനോട് ആരെങ്കിലും മറ്റവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് പ്രൊഫൈലിടാം, ഇവനും കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. പ്രൊഫൈൽ ഫോട്ടോ അങ്ങനെ വെക്കുമ്പം അവന് മാറ്റാൻ പറയാം. അപ്പം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പയ്യൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ടെന്നെ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ പേർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ അങ്ങനെ ആയിരിക്കില്ല ഇങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. ഞാനിതിൽ നിരപരാധിയാണ്. ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ച് എനിക്കത് തെളിവ് നല്ല പ്രൂഫായിട്ട് കോടതി കാണിക്കാൻ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാൽ ഞാൻ പേടിക്കില്ല എന്ന് ഞാൻ പിന്നെ മറുപടി കൊടുക്കാതിരുന്നതാണ്. അവിടെ അങ്ങ് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ഒരു ഓർമ്മയില്ലായിരുന്നു ഇങ്ങനെ ബാഡ് ചെക്കൻ്റെ വയ്യൊക്കെ നടക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. അതെ, ചാവാൻ ഗുളിക കുടിച്ചതാണ്. മൂക്കിൽ മോതിരട്ടതാ, വേറെ ഇടയിടാൻ കാണാത്തതുകൊണ്ട്. നെഗറ്റീവ് നോക്കുന്നില്ല. പടത്തിന് സ്റ്റാർട്ടിങ് 2500 തൊട്ടിട്ടുണ്ട്. ബാങ്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞില്ലല്ലോ മുഹമ്മദ് കാ, അത് മുക്കറി കൊടുത്തിട്ടങ്ങ് പോകും. ഞാൻ എൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് ഇവിടെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ലുക്കിംഗ് ഗുഡ് ഡിയർ. അസീമ കുറേ ആളെ കണ്ടിട്ട്. എൻ്റെ പേര് മൈമൂന. മറ്റു മതത്തിനെ എന്തിനാ കുറ്റം പറയുന്നതെന്ന് വെച്ചാൽ മറ്റു മതസ്ഥരെന്തിനാ എന്നെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ വരുന്നത്? ഞാൻ ഏതോ മതത്തിൽ നിന്നോട്ടെ, എന്നെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ എന്തിനാണ് ഈ പോക്കരും അഹമ്മദും കോയയും ഇവരൊക്കെ വരുന്നത്? അവർക്ക് അവരുടെ കുടുംബം നോക്കി ജീവിച്ചാൽ പോരെ.
ആ ഏത് നാമധാരിയാണോ വരുന്നത് ആ നാമധാരിക്ക് നല്ല അടിപൊളി മറുപടി ഞാൻ കൊടുക്കും. പറയാട്ടോ മനസ്സൂർക്കാൻ, ഞാൻ അവൻ വന്നിട്ട് ലൈവ് ഇടാൻ പറ്റുമോ നോക്കാം. ചിലപ്പോൾ ഞാൻ ഓഫായി പോകും, ഗുളിക കുടിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ കർമ്മ. നമ്മൾ മറ്റൊരാളെ കുറ്റം പറയുന്ന സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. അത് അവരുടെ വിചാരം അവർ പെർഫെക്റ്റ് ആണെന്ന്. ആ കുറ്റം പറയുന്നതിലൂടെ തന്നെ അവരുടെ നിലവാരത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാരും ചിന്തിക്കുന്നില്ല. നിനക്കെന്നെ അറിയാം, മനസ്സിലായില്ല. ഇങ്ങനെ ഇപ്പോൾ നോക്കുക വെച്ചാൽ ഒരുപാട് പേരുകൾ വരുന്നതല്ലേ. അത്രേ ഉള്ളൂ. ഈ ആരാണോ നമ്മളെപ്പറ്റി ഇപ്പം എന്നെക്കുറിച്ച് കുറേ ഭക്തരെന്ന് പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ് കുറേ എന്നെക്കുറിച്ച് വീഡിയോസ് ഇടുന്നത്, ഞങ്ങൾ കൃഷ്ണഭക്തരാണെന്ന് പറഞ്ഞ് അവരുടെ ആ വാക്ക് പറയുമ്പം തന്നെ അവരുടെ നിലവാരം എന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് ഭക്തരാണ് എന്ന് പറഞ്ഞിട്ട് നിരന്തരം ഇങ്ങനെ വൃത്തികേട് പറയുമ്പം ഞങ്ങൾക്ക് കൃഷ്ണനിങ്ങനെ വരയ്ക്കുന്നത് ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു തൊഴിലിനെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അപ്പോൾ അവരങ്ങനെയാണ്, അവളിങ്ങനെയാണ്, ഇവൾ മറ്റേതാന്ന് പറയുമ്പോൾ തന്നെ അവരുടെ നിലവാരം എത്രയുണ്ട് എന്നുള്ളത് അവരുടെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസി, അത് ഏത് മതസ്ഥനായിക്കോട്ടെ, മുസ്ലിമായി, ക്രിസ്ത്യനായി, ഹൈന്ദവരായി, ആര് തന്നെ ആയിക്കോട്ടെ, യഥാർത്ഥ വിശ്വാസി ഒരാളെയും കുറ്റം പറയാൻ പോവില്ല. തന്നിലെ തെറ്റും കുറ്റവും മനസ്സിലാക്കി താനായിട്ട് ജീവിക്കാനേ ഒരു മതവിശ്വാസി നിൽക്കുള്ളൂ. അല്ലാതെ തന്നിലുള്ള തെറ്റും കുറ്റവും മറച്ചു വെച്ച് മറ്റുള്ളവരുടെ തെറ്റും കുറ്റവും വിളിച്ച് പറയുന്നതല്ല യഥാർത്ഥ വിശ്വാസികളെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. യഥാർത്ഥ വിശ്വാസികൾ മറ്റൊരാളെയും കുറ്റം പറയാൻ പോകില്ല. കാരണം അവർക്കറിയാം പെർഫെക്റ്റായിട്ടൊരു മനുഷ്യനും ഇല്ല എന്നുള്ളത്. എൻ്റെ നിലവാരത്തിനുള്ള മറുപടിയാണെങ്കിൽ അവരുടെ നിലവാരമല്ലേ അതിൽ വെളിച്ചത്ത് കാണിക്കുന്നത്. എനിക്ക് നിലവാരം അളക്കാൻ നിങ്ങളാരാ? ഒരാൾക്കും എന്താ അസ്മിൻ മോളെ, നിൻ്റെ ബാപ്പ വിചാരിച്ചാൽ എൻ്റെ നിലവാരം അളക്കാൻ പറ്റൂല, പിന്നെയാണ് നീ വിചാരിച്ചാൽ. സത്യമാണ് കർമ്മ. നമ്മൾ ചീത്ത വാക്കുകൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് വേറൊരു കാര്യം കേൾക്കണോ? എനിക്ക് 2 ദിവസം മുമ്പ് ഒരു വോയിസ് വന്നു. എന്നെ ഈ രാത്രി പുലരിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു യൂസഫ്. അപ്പോൾ യൂസഫ് പറയുന്നത് എന്താ വെച്ചാൽ, യൂസഫിന് മതമാണ് വലുത്. അപ്പം ആ മതത്തെ വിട്ടു പോകാനൊരു പെണ്ണ് ശ്രമിച്ച ആ പെണ്ണിനെ ഇല്ലാതാക്കി അവന് സ്വർഗം കിട്ടുമെന്നുള്ളൊരു ചിന്താഗതിയാണ് യൂസഫിൻ്റെ അടുത്ത്. അങ്ങനത്തെ കുറേ യൂസഫുമാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം ഒരു പട്ടിക്കോ പൂച്ചക്കോ ഫുഡ് കൊടുക്കാതിരുന്നിട്ട്, അല്ലെങ്കിൽ ഒരു മിണ്ടാപ്രാണിനെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നിട്ട് നമ്മൾ പുണ്യാളനാണ്, നമ്മൾ മനുഷ്യത്വമുള്ളവനാണ് എന്ന് പറയുന്നതിലൊരർത്ഥവുമില്ല. നമ്മുടെ മനുഷ്യത്വം കാണിക്കേണ്ട മനുഷ്യരിലല്ല, മിണ്ടാപ്രാണികളിലെടുത്താൽ. എത്ര പേര് ഈ മിണ്ടാപ്രാണികളെ നോക്കുന്നുണ്ട്? ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ തിരിച്ചെന്നോട് ചോദിക്കും നീ കൊടുക്കുന്നുണ്ടോ എന്ന്. ഞാനേതായാലും ഉപദ്രവിക്കാൻ ഇതുവരെ പോയിട്ടില്ല. ആഹാരം കൊടുക്കാൻ എനിക്ക് എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഞങ്ങൾ തന്നെ ഭക്ഷണം വെക്കൽ കുറവാണ്. ആ ഒരൊറ്റ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇവിടെ അങ്ങനെ മിണ്ടാപ്രാണികൾ എന്ന് പറയാൻ നായ്ക്കൾ കുറേ ഉണ്ട്. നമ്മൾ ഉള്ള എന്തിൻ്റെ വേസ്റ്റാണോ അത് നല്ലോണം വെച്ചും കൊടുക്കുന്നുണ്ട്. വലിച്ചെറിയാനോ ഇതാക്കാനോ പോകാറില്ല. എന്തെങ്കിലും ഒരു സാധനത്തിൽ വിരിച്ചിട്ട് അവർക്ക് കൊടുക്കും.
ഈ പ്രകാരം ഞാൻ മതത്തിനെ നോക്കേണ്ട ആവശ്യമില്ല. മതപ്രകാരം പറയുക ഹറാമാണെന്ന് പറയും. പക്ഷെ ആ ഹറാമല്ല നോക്കണ്ട. അവിടെ ഒരു മിണ്ടാപ്രാണിയാണ്. അതുങ്ങൾക്ക് വിശന്നാൽ അവർ ആരുടെ അടുത്തേക്ക് പോകും? ആരോട് പറയും? നമുക്കൊക്കെ ഇപ്പം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ പൈസ ഇല്ലേ അടുത്തുള്ള ഒരാളോട് ചോദിക്കാം, എടോ എനിക്ക് വിശക്കുന്ന ഒരു ചായ മേടിച്ച് തരുമോയെന്ന്. അതുങ്ങൾക്കത് പറ്റുമോ? അവിടെയാണ് നമ്മുടെ മനസ്സ് കാണിക്കുന്നത്. നമ്മളിൽ തന്നെയാണ് ദൈവമുള്ളത്. മനുഷ്യരിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ദൈവമുള്ളത്. ഒരു ഗുരുവായൂരൊരു ടോക്ക് നടത്തുന്ന ഒരാളുടെ അത് കണ്ടിട്ടുണ്ടോ? ഗുരുവായൂരപ്പനെ ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ ഏതൊരു അവസരത്തിലും നമ്മളെ വന്ന് കൈ പിടിക്കും. അത് 4 കൈയുള്ള വിഷ്ണുവായിട്ടോ ഒന്നല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് മനുഷ്യരൂപത്തിലോ ഏത് രൂപത്തിലും നമ്മളെ അടുത്തേക്ക് വരാം. ഞാൻ കാലൻ നല്ല മറുപടിയാ. ചേച്ചി ഫാൻ, താങ്ക് യു. ഇനി വന്നോ ഹസീന? വണ്ടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നിനക്കതിന് ഓട്ടോമാറ്റിക് അല്ലേ ഓടിക്കാൻ അറിയുള്ളൂ, മാനുവൽ അറിയില്ലല്ലോ ഒച്ചേ. അപ്പോൾ ഏതായാലും ടൈം ഒരുപാട് വൈകി. ഞാൻ 20 മിനിറ്റ് ലൈവിൽ വരുന്നത് 31 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ മെസ്സേജ് അയച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് തെറി വിളിക്കാൻ ഇന്ന് വല്ലങ്ങനെ ആരും വന്നിട്ടില്ല. അനുസിത്താരെ പോലെ ഉണ്ട്. ഇത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആരും വന്നിട്ടില്ല. ചിലപ്പോൾ ലൈവിൽ വരാം കേട്ടോ. മെസ്സേജ് അയച്ചവർക്കൊക്കെ താങ്ക്സ് പറയുന്നുണ്ട്. ബായ്. പനി കുറവുണ്ടോ? ഞാൻ ഇന്ന് തല നനച്ചൊന്ന് കുളിച്ചു. അപ്പോൾ ഒരു ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നമ്മുടെ മനസ്സിൻ്റേതായിരിക്കാം, അറിയില്ല. നമ്മളിങ്ങനെ ഗുളികയൊക്കെ കുടിച്ച് മൂടി പൊതിച്ച് കിടന്ന് ആ ഒരു സംഭവം നമ്മുടെ ശരീരത്തിൽ കുറച്ച് വെള്ളം വെക്കുമ്പം ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. മേ ബി അതായിരിക്കാം. എന്താണ് ഞാനോ സിത്താരാന്ന് പറഞ്ഞപ്പോൾ തൃശ്ശേരി. ഏതായാലും ബൈ പറയാം കേട്ടോ. ടാറ്റാ.